യു.പിയിലും ഡൽഹിയിലും മുംബൈയിലുമൊക്കെ അനധികൃത കയ്യേറ്റങ്ങൾ നിർബന്ധപൂർവ്വം ഒഴിപ്പിക്കുമ്പോൾ കേരളത്തിൽ രൂക്ഷമായ വിമർശനമാണ് അതിനെതിരേക്ക് ഉയർന്നിരുന്നത്. പക്ഷേ ഇവിടെ കേരളത്തിൽ തലസ്ഥാനത്ത് നമ്മുടെ കൺമുന്നിൽ കോടികളുടെ അനധികൃത കയ്യേറ്റങ്ങളും ഇടപാടുകളുമൊക്കെയാണ് നടന്നു വന്നത് എന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സത്യമാണ്. BJP അധികാരത്തിലുള്ള തിരുവനന്തപുരം നഗരസഭ ആദ്യം കൈവച്ചത് തിരുവനന്തപുരത്തെ കണ്ണായ സ്ഥലത്തുള്ള പാളയം കണ്ണിമേറ മാർക്കറ്റിനുള്ളിലെ അനധികൃത കച്ചവടക്കാരെ ഒഴിപ്പിക്കലാണ്. ഇതോടെ പകുതിയോളം അനധികൃത കയ്യേറ്റങ്ങളാണ് തലസ്ഥാന ജില്ലയിൽ നിന്ന് തന്നെ ഒഴിവായത്. അവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇതാ തിരുവനന്തപുരത്തെ ബൈപ്പാസ് റോഡിൽ ആനയറ മിനി സിവിൽ സ്റ്റേഷനിൽ അനധികൃതമായി പ്രവർത്തിച്ചത് മറ്റൊന്നുമല്ല, ഒരു CPMൻ്റെ ഓഫീസാണ്. ആ ഓഫീസും തിരുവനന്തപുരം കോർപ്പറേഷൻ ഒഴിപ്പിച്ച് കയ്യിൽ കൊടുത്തു. കോവിഡ് കാലത്ത് ഹെൽപ്പ് ഡെസ്കായി പ്രവർത്തിച്ച കെട്ടിടം അങ്ങനെ അനധികൃതമായി അധികാരത്തിൻ്റെ ഹുങ്കിൽ CPMൻ്റെ പാർട്ടി ഓഫീസായി മാറ്റുകയായിരുന്നു. സിവിൽ സ്റ്റേഷനോട് ചേർന്നുള്ള ഇടവഴി കെട്ടിയടച്ച് അതിന് മുകളിൽ ഷീറ്റിട്ടാണ് പാർട്ടി ഓഫീസ് നിർമ്മിച്ചത്. നഗരസഭാ ജീവനക്കാരും ഹെൽത്ത് സ്ക്വാഡും ചേർന്ന ഒടുവിൽ ആ നിർമ്മിതികളൊക്കെ പൊളിച്ചു മാറ്റി. പാർട്ടി കൊടികളും തോരണങ്ങളും നോട്ടീസുകളും ബാനറും അരിവാൾ ചുറ്റിയ നക്ഷത്രമൊക്കെ അവിടെ നിന്നും നീക്കം ചെയ്തു. ഷീറ്റടക്കം പൊളിച്ചു മാറ്റി ഇടവഴി പഴയ പടിയാക്കാനും തീരുമാനമായി. കോർപ്പറേഷൻ കെട്ടിടത്തിലെ മുറിയിലിരുന്ന് CPM നേതാക്കൾ സ്ഥിരം മദ്യപാനമാണെന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. ഇതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഈ ഒഴിപ്പിക്കൽ നടപടി. തിരുവനന്തപുരം നഗരസഭയുടെ ഉടമസ്ഥയുള്ള സ്ഥലമാണിതെന്ന് കടകംപള്ളി വാർഡ് കൗൺസിലർ ജയ രാജീവ് പറഞ്ഞു. കോവിഡിന് ശേഷം പാർട്ടി സെൻ്ററായിട്ടാണ് ഇവിടം പ്രവർത്തിക്കുന്നത്. ആരും ചോദിക്കാനില്ല. സിവിൽ സ്റ്റേഷൻ്റെ 4ാം നിലയും CPM കയ്യേറി പാർട്ടി യോഗങ്ങൾക്കും മറ്റും ഉപയോഗിക്കുകയാണ് പതിവ്. ഇവിടെ നിന്നുമാണ് അനധികൃത കെട്ടിടത്തിലേക്ക് വൈദ്യുതി വരെ എത്തിച്ചിരുന്നത്. അപ്പോൾ വൈദ്യുതി മോഷണത്തിനും CPM നേതാക്കൾ സമാധാനം പറയേണ്ടി വരും, കേസും നേടേണ്ടി വരും. നേരത്തെ ഇവിടെ പൊതുജനങ്ങൾക്കായി ചെറിയ പദ്ധതിയിടങ്ങൾ ആരംഭിക്കാൻ ഒഴിഞ്ഞു തരണം എന്നാവശ്യപ്പെട്ട് അറിയിപ്പ് നൽകി നോട്ടീസ് പതിച്ചിരുന്നു. എന്നാൽ CPMകാർ പ്രതികരിച്ചില്ല. അവർ പഴയ ഹുങ്ക് തുടർന്നു. ഇതേ തുടർന്നാണ് അനധികൃത കെട്ടിടമൊഴിപ്പിക്കാൻ നഗരസഭ തീരുമാനിച്ചത്. മിനി സ്റ്റേഷനിൽ 9ഓളം കടമുറികളുണ്ട്. ഇതെല്ലാം വെറും 1000 രൂപയ്ക്ക് നഗരസഭയിൽ നിന്നും കരാറായി വാടകയ്ക്കെടുത്ത് 10,000 രൂപയ്ക്ക് മറിച്ച് നൽകുകയാണ് ഇവർ ചെയ്തു വരുന്നത്. ഇതുകൊണ്ട് തന്നെ നിലവിലെ ലേല നടപടികൾ റദ്ദ് ചെയ്ത് വീണ്ടും ലേലം ആരംഭിക്കാൻ തീരുമാനമായതായി നഗരസഭ അധികൃതരും കച്ചവടക്കാരെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നഗരസഭയുടെ സ്വന്തം സ്ഥലം കയ്യേറി CPMൻ്റെ പാർട്ടി ഓഫീസ് പ്രവർത്തിച്ചു വന്ന ആ നടപടിക്ക് ഇതോടെ അവസാനമാകുകയാണ്. ഇതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗത്തായി നഗരസഭയുടെ സ്വന്തം ആസ്തികളിൽ പാർട്ടി ഓഫീസുകളും മറ്റും പ്രവർത്തിക്കുന്നതായി നഗരസഭയ്ക്ക് വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ നഗരസഭ മേയർ VV രാജേഷ് അടക്കം വിശദമായ ചർച്ചകൾക്കും വിധേയമാക്കിയിരുന്നു. ഇതോടെയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥാപനങ്ങൾക്കെതിരെ, കൂടുതൽ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന സൂചന നഗരസഭയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നതും.